സൗദിയിൽ പെനാൽറ്റി ഒഴിവാക്കാനുള്ള ഒരു സുവർണ അവസരം. ഇന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ടാക്സ് ആംനസ്റ്റി സ്കീമിനെ കുറിച്ചാണ്. അത് വരുന്ന ഡിസംബർ 31 കൂടി അവസാനിക്കുകയാണ്. 2024 ഡിസംബർ 31 കൂടി. ഇപ്പോൾ നിങ്ങൾ മുന്നേ സബ്മിറ്റ് ചെയ്തിട്ടുള്ള വാറ്റിലോ അതല്ലെങ്കിൽ ഇൻകം ടാക്സിലോ മറ്റ് ടാക്സുകളിലോ ഒക്കെ വന്നിട്ടുള്ള പിഴവുകൾ, അറിഞ്ഞോ അറിയാതെ വന്നിട്ടുള്ള പിഴവുകൾ അതിനെ റെക്ടിഫൈ ചെയ്യുകയും എന്നാൽ അതിലുള്ള പെനാൽറ്റികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്നെ അത് റെക്ടിഫൈ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സുവർണ അവസരമാണ് ഇത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് വിനിയോഗിക്കേണ്ടതാണ്. കാരണം അടുത്ത ഡിസംബറോട് കൂടി ഈ ഗോൾഡൻ ചാൻസ് അവസാനിക്കുകയാണ്. ഇതിനു മുന്നേ പലതവണ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയതാണ്. ഇനി വീണ്ടും ഇതിനൊരു എക്സ്റ്റൻഷൻ കിട്ടാൻ സാധ്യത കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളതിന് ശ്രമിക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ ഒരു സാമ്പത്തികമായൊരു ഇമ്പാക്റ്റ് ഞാനൊരു ഉദാഹരണ സഹിതം വ്യക്തമാക്കാം. അതായത് ഇപ്പോൾ വാറ്റ് സംബന്ധമായ ഒരു വയലേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് 5%. ഇപ്പോൾ ഉദാഹരണത്തിന് 1 ലക്ഷം റിയാൽ നമ്മൾ വാറ്റ് അടയ്ക്കേണ്ടത് അക്കൗണ്ടൻറ്റിൻ്റെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ പോരായ്മ കൊണ്ടോ എന്തെങ്കിലും കാരണവശാൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളത് വിട്ടുപോയെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കണ്ടെത്തി നമ്മളായിട്ട് ഇപ്പോൾ ഡിക്ലെയർ ചെയ്യാതെ പിന്നീടാണ് കണ്ടെത്തുന്നതെങ്കിൽ 5% പെർ മന്താണ്. എന്ന് വെച്ചാൽ ഒരു വർഷം 60% അതിൻ്റെ പെനാൽറ്റി വരിക. ഇത് തന്നെ പിന്നീട് കണ്ടെത്തപ്പെടുന്നത് ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ 300% പെനാൽറ്റി. അപ്പോൾ ആദ്യം നമ്മൾ ഒറിജിനലി അടയ്ക്കേണ്ട 1 ലക്ഷം പ്ലസ് 3 ലക്ഷം റിയാൽ ചേർത്ത് മൊത്തം 4 ലക്ഷം റിയാലിൻ്റെ ഒരു പെനാൽറ്റി നമ്മളുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലീസിൻ്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ബിസിനസ്സിൻ്റെ തിരക്കുകൾക്കിടയിൽ ഒരുപക്ഷെ നമ്മളിത് റിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല. ഇല്ലെങ്കിൽ ഈ ടാക്സ് ലോവിൻ്റെ ഇത്തരം കോംപ്ലിക്കേഷൻസിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാവും. അപ്പോൾ ഇതൊരു നല്ലൊരു അവസരമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2022 നമ്മൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്ത സമയത്ത് എന്തെങ്കിലും കാരണവശാൽ വാറ്റ് നമ്മൾ കുറച്ചാണ് അടച്ചതെന്ന് വിചാരിക്കാം. അപ്പം നമ്മളത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത പിന്നീട് എപ്പോഴെങ്കിലും ഒരു അസസ്മെൻറ്റ് വരികയോ അല്ലെങ്കിൽ ഒരു പരിശോധന വരികയോ ചെയ്യുന്ന സമയത്ത് അത് ഡിസ്കവർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ ഹ്യൂജ് പെനാൽറ്റിയിലേക്കാണ് പോവുക. ഇപ്പം നമ്മളായിട്ട് ഈ ഒരു സ്കീം മുഖേന അത് കറക്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പെനാൽറ്റി ഒഴിവാക്കാൻ പറ്റും. വാറ്റ് മാത്രമല്ല, ഇപ്പോൾ ലേറ്റായിട്ട് രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ പെനാൽറ്റികളുണ്ടെങ്കിൽ അതുപോലെ ടാക്സ് പേയ്മെൻറ്റ് ഡിലേ ആയിട്ട് അടച്ചതോ അതല്ലെങ്കിൽ മറ്റ് ടാക്സ് ലോ സംബന്ധമായിട്ട് വന്നിട്ടുള്ള ഇതിപ്പോൾ ഉദാഹരണത്തിന് വിത്ത് ഹോൾഡിംഗ് ടാക്സ് ആവാം, കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ആവാം, അതല്ലെങ്കിൽ ജക്കാത്തോ വാട്ടെവർ, അതിലൊക്കെ വന്നിട്ടുള്ള പെനാൽറ്റികളും ഇതേപോലെ ഒഴിവാക്കാനുള്ള ഒരു സുവർണ അവസരമാണിത്. അത് നിങ്ങൾ ഒരു കാരണവശാലും പാഴാക്കരുത്.